കാന്തപുരം അബൂബക്കർ മുസലിയാർ ഇന്നത്തെ താരമാണ്. ഇന്ത്യയുടെ താരമാണ്, ലോകത്തിൻ്റെ താരമാണ്. അദ്ദേഹത്തിൻ്റെ മനുഷ്യനന്മ, അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലെ ഒരു നന്മ നമ്മുടെ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വനിതയുടെ, ഒരു സ്ത്രീയുടെ ജീവിതം ആണ് തളിരിടുന്നത്. നിമിഷപ്രിയ തീർച്ചയായിട്ടും കൊന്നത് ഒരു മുസ്ലിമിനെയാണ്. എന്നിട്ടും മറ്റൊരു മുസ്ലിം ഒരു ജീവനെ രക്ഷിക്കുവാനായി വരുന്നു. ഇവിടെയാണ് മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്തിൻ്റെയും ചിന്തകൾ വരുന്നത്. എന്തായാലും ഒരു മലയാളി പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ, മലയാളിയായിട്ടുള്ള ഒരാൾ തന്നെ ഇതിന് മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ സൂഫി ബന്ധങ്ങൾ വെച്ച് അവിടുത്തെ സൂഫി പണ്ഡിതനെ വിളിച്ച് ആ സൂഫി പണ്ഡിതൻ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ ഭരണാധികാരികളെ സ്വാധീനിച്ച് നിമിഷപ്രിയയുടെ തൂക്കിലേറ്റൽ അല്ലെങ്കിൽ അവരുടെ വധശിക്ഷ നീട്ടിവെപ്പിച്ചിരിക്കുകയാണ്, മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പകുതി നമ്മൾ വിജയിച്ചു. ഇനി ബാക്കി എങ്ങനെ മോചിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും ബാക്കി ശിക്ഷ എന്തായിരിക്കണം സംബന്ധിച്ചുള്ള ചർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ മൊത്തം ശിക്ഷയിൽ ഇളവ് കിട്ടി വരാനും സാധ്യതയുണ്ട്. എന്തായാലും നിമിഷപ്രിയയുടെ അമ്മ യമനിലുണ്ട്. ആ കുടുംബം എത്ര തെറ്റ് ചെയ്താലും, ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്താലും ശിക്ഷ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഇളവ് കിട്ടി വരണമെന്ന് ഏതൊരമ്മയും ആഗ്രഹിക്കും. തൻ്റെ മകൾ ഇങ്ങനെ തിരിച്ചു വരണം എന്ന് നിമിഷപ്രിയയുടെ അമ്മയും ആഗ്രഹിക്കും, നമ്മളും ആഗ്രഹിക്കും. കാരണം നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഒരു വികാരത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സമ്പത്തിൻ്റെ പുറത്തോ അല്ല, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. അത് അവരുടെ ഒരു സെൽഫ് ഡിഫെൻസിൻ്റെയും കൂടി ഭാഗമായിട്ടാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ എത്ര കണ്ട് നമുക്കൊരു സ്ത്രീയെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര നമുക്ക് കുറ്റം പറയാൻ കഴിയും. അപ്പോൾ നിമിഷപ്രിയ തീർച്ചയായിട്ടും നീതിപീഠത്തിൻ്റെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ ഒരു ആനുകൂല്യം കിട്ടാൻ അർഹതയുള്ളവരാണ്. അതാണല്ലോ സുപ്രീം കോടതിയും അറ്റോർണി ജനറലും ഒക്കെ പറഞ്ഞത്. ഇന്ത്യ ഗവൺമെൻറ് വരെ ശ്രമിച്ചിട്ടും മുന്നോട്ട് ഒരുപാട് പോകാത്തൊരു കാര്യം നമ്മുടെ ഒരു മത പണ്ഡിതൻ പ്രത്യേകിച്ച് കാന്തപുരം വിചാരിച്ചപ്പോൾ അത് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചു നിന്നാൽ, അവിടെ ഇപ്പോൾ BJP ആണ് കേന്ദ്രം, RSSും BJP ഒക്കെയാണ് കേന്ദ്രം ഭരിക്കുന്നത്. കാന്തപുരത്തിനാണെങ്കിൽ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമല്ല, നഖശികാന്ത് എതിർക്കുന്നവരാണ്. പക്ഷേ മറ്റൊരു രാജ്യത്ത് മുസ്ലിമിനെ തന്നെ നാമധാരിയായ ഒരാളിനെ കൊന്നിട്ടും കൊന്നയാൾ അല്ലെങ്കിൽ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആൾ മുസ്ലിം നാമധാരി അല്ലായിരുന്നിട്ടും അതിലൊക്കെ ഇടപെടാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ട് ഭാരതീയന്. അതാണ് ഭാരതത്തിൻ്റെ ഒരു ധർമ്മം, ഒരു കടമ, ഒരു സംസ്കാരം. ഈ സംസ്കാരം നമുക്ക് വളർത്തേണ്ടതാണ്. തീർച്ചയായിട്ടും ജാതിക്കും മതത്തിനും അതീതമായി കാന്തപുരം എടുത്ത ഈ നിലപാട് ഏറെ പ്രശംസനീയമാണ്. ഒരു ജീവൻ വീണ്ടും പ്രതീക്ഷ വയ്ക്കുകയാണ്. അവരുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളും പ്രേക്ഷകരെ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കാന്തപുരത്തിന് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടതാണ്. ഗവൺമെൻറ്റുകൾ വിചാരിച്ചിട്ട് പോലും മുന്നോട്ട് നീങ്ങാത്ത കാര്യങ്ങൾ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള സമാധാന സംഘടനകൾ അല്ലെങ്കിൽ ആളുകളെ ജയിലിൽ നിന്നൊക്കെ വിമോചിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകൾ പോലും വിചാരിച്ചിട്ട് കഴിയാത്തൊരു കാര്യം ഒരു മുസ്ലിം പണ്ഡിതൻ വിചാരിച്ച് ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനം വളരെ വലുതാണ്. അത് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. അത് നമുക്ക് മറ്റെന്തെല്ലാം കുറവുകളും കുറ്റങ്ങളും എന്തുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിച്ചേ കഴിയൂ, ആദരിച്ചേ കഴിയൂ. ആ ഇടപെടൽ സമയോചിതമാണ്. ആ സമയോചിത ഇടപെടലിന് കൃത്യമായി നമ്മൾ കൂപ്പുകൈ കൊടുക്കേണ്ടതാണ്. കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ ഒരു വാക്ക്, ഇങ്ങനെ ഒരു ക്ഷമ കൊടുത്തുകൂടെ, അതിൽ നിന്ന് മോചിപ്പിച്ചുകൂടെ എന്നുള്ളൊരു വാക്ക്, സൂഫി പണ്ഡിതൻ വഴിയുള്ളൊരു വാക്ക് ഒരു വലിയ വാക്കാണ്. അതിലൂടെ രക്ഷപ്പെടുന്നത് വലിയൊരു ജീവനാണ്.